ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ഒരു വളരെ പ്രശസ്തമായ ഒരു വ്യക്തിയുടെ ജീവിത കഥയാണ്. ഈ വീഡിയോയുടെ ടൈറ്റിൽ ജനങ്ങളുടെ ശബ്ദമായ നേതാവ് AK ഗോപാലൻ്റെ ജീവിതകഥ. ഒരു മനുഷ്യൻ അധികാരം വേണ്ടെന്ന് പറഞ്ഞ് ജയിൽ ജീവിതം ഏറ്റെടുത്തു പാവപ്പെട്ടവരുടെ ശബ്ദമായി മാറി. അവനാണ് AK ഗോപാലൻ, AKG. ജനങ്ങൾ ഹൃദയത്തിൽ വച്ചിരുന്ന നേതാവ്. AKGയുടെ ആദ്യകാല ജീവിതം 1904 ഒക്ടോബർ 1 കേരളത്തിലാണ് AK ഗോപാലൻ ജനിച്ചത്. ഒരു സാധാരണ കുടുംബത്തിൽ വളർന്ന അദ്ദേഹം ആദ്യമായി ഒരു അധ്യാപകനായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്തെ അനീതികൾ അദ്ദേഹത്തെ നിശബ്ദനായി നിർത്തിയില്ല. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നു. സ്വാതന്ത്ര്യ സമരവും ജയിൽ ജീവിതവും. സ്വാതന്ത്ര്യ സമരത്തിൽ AKG സജീവമായി പങ്കെടുത്തു. പ്രക്ഷോഭങ്ങൾ, സത്യാഗ്രഹങ്ങൾ, പ്രതിഷേധങ്ങൾ എല്ലായിടത്തും അദ്ദേഹം മുന്നിൽ നിന്നു. ഇതിനായി പലതവണ അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചു. എന്നാൽ ജയിലിൽ പോലും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം തകർന്നില്ല. കമ്മ്യൂണിസ്റ്റ് നേതാവായി ഉയർച്ച. പിന്നീട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ ചേർന്നു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു. തൊഴിലാളികളുടെ അവകാശങ്ങൾ, കർഷകരുടെ പ്രശ്നങ്ങൾ, സാമൂഹിക സമത്വം. AKG ജനങ്ങൾക്കായി മാത്രം സംസാരിച്ചില്ല, അവരുടെ ജീവിതം തന്നെ പങ്കിട്ടു. പ്രതിപക്ഷ നേതാവായി 1952 ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായി AKG തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം ഭരണകൂടത്തെ ഭയപ്പെടാതെ ചോദ്യം ചെയ്തു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശക്തമായി ഉന്നയിച്ചു പാർലമെൻറ്റിൽ. ജനാധിപത്യത്തിൻ്റെ ആത്മാവ് ജീവിച്ച് നിലനിർത്തിയത് AKG പോലുള്ള നേതാക്കളാണ്. ജനങ്ങളുടെ സ്വന്തം നേതാവ്. AKGയുടെ പ്രത്യേകത എന്തായിരുന്നു? അദ്ദേഹം വളരെ ലളിതമായ ജീവിതമാണ് നയിച്ചു പോന്നിരുന്നത്. സമ്പത്തിനോട് ഒരു ആസക്തിയുമില്ലാത്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. സാധാരണ ജനങ്ങളോട് വളരെ അടുപ്പം വച്ചു പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു. അതിനാലാണ് അദ്ദേഹം ഇന്നും ജനനായകൻ എന്ന പേരിൽ
ഓർമ്മിക്കപ്പെടുന്നത്. രചനകളും പൈതൃകവും. അദ്ദേഹം തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇൻ ദ കോസ് ഓഫ് ദ പീപ്പിൾ എന്ന ആത്മകഥ എഴുതിയിട്ടുണ്ട്. ആയിരത്തി 1977 മാർച്ച് 22 അദ്ദേഹം അന്തരിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഇന്നും ജീവിക്കുന്നു. AKGയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ നേതാവ് അധികാരം തേടുന്നില്ല, ജനങ്ങൾക്കായി ജീവിക്കുന്നവനാണ് യഥാർത്ഥ നേതാവ്. നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ കാണാൻ പറ്റും അധികാരത്തിന് വേണ്ടിയുള്ള ഫൈറ്റിങ്സ്. അദ്ദേഹം വിജയത്തെ പിന്തുടർന്നില്ല, നീതിയെ പിന്തുടർന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നും ജീവിക്കുന്നത് ജനങ്ങളുടെ ഹൃദയത്തിൽ. ഈ കഥ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്തരത്തിലുള്ള പ്രചോദന വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതുവരെ ശ്രദ്ധിച്ചിരുന്ന് ഈ വീഡിയോ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും bye. Have a nice and wonderful day.